യഥാർത്ഥ സ്നേഹം ലോകത്തിൽ വളരെ ദുർലഭമാണ്. ചിലരിൽ നിന്ന് സ്നേഹം കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, മറ്റു ചിലർ നമ്മളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ സ്നേഹം സ്വീകരിക്കാൻ നമുക്ക് താല്പര്യമില്ല. ഒരുപക്ഷെ അവരോട് നമുക്ക് ഇഷ്ടമില്ലായിരിക്കാം. അതേസമയം നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്ന് സ്നേഹം കിട്ടുന്നുമില്ല. അങ്ങനെ സ്നേഹം കൊടുക്കാനോ സ്വീകരിക്കാനോ കഴിയാതാകുന്നു. ക്യാൻസർ പോലുള്ള മാരക രോഗം ബാധിച്ച് ഇനി കുറച്ചു മാസങ്ങൾ കൂടി മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ചിലർ പറയാറുണ്ട്. അമ്മേ, എനിക്ക് എല്ലാവരെയും സ്നേഹിക്കണം, ഒത്തിരി സ്നേഹിക്കണം. ഞാൻ ധാരാളം പേരെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അവരെ കണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കാമായിരുന്നു. എന്നോട് തെറ്റു ചെയ്തവർ പലരുമുണ്ട്. ആ തെറ്റുകളെല്ലാം ക്ഷമിച്ച് അവരെയും സ്നേഹിക്കാമായിരുന്നു എന്ന്. മരണത്തെ മുന്നിൽ കണ്ട് അത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാവരോടും സ്നേഹം തോന്നുന്നു. മരണത്തെ മുന്നിൽ കാണുമ്പോൾ സ്നേഹമാണ് യഥാർത്ഥ സ്വത്ത് എന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. ഇനി നേടാനായി മറ്റൊന്നുമില്ലെന്നും ഇതുവരെ സമ്പാദിച്ചതൊന്നും കൂടെ കൊണ്ടുപോകില്ലെന്നും ഈ ലോകം വിട്ടുപോകുമ്പോൾ ആർക്കും കൂട്ടില്ലെന്നുമുള്ള സത്യം അവർ മനസ്സിലാക്കുന്നു. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് ഉറപ്പായാൽ പിന്നെ ഒരാൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഹൃദയം സ്നേഹം കൊണ്ട് നിറയ്ക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, ക്ഷമിക്കുക. എന്നാൽ ഈ ഭാവത്തെ നമുക്കും ഉണർത്തിയെടുക്കാൻ സാധിക്കും. അതിന് മാരകരോഗം വരാനായി കാത്തിരിക്കേണ്ടതുണ്ടോ? ഈ ലോകത്തിൽ സാരമുള്ളതായി സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന സത്യം തിരിച്ചറിയണം. നമ്മുടെ ശരീരം ഒരു വാടക വീട് പോലെയാണ്. ഏത് നിമിഷവും അതിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നേക്കാം. അപ്പോൾ കരഞ്ഞു വിളിക്കാതെ ചിരിച്ചുല്ലസിച്ച് പോകാൻ കഴിയണം. അതിന് ഈ ലോക ജീവിതം നശ്വരമാണ് എന്ന് ബോധിച്ച് സ്നേഹം നൽകാനും സ്വീകരിക്കാനും പരിശീലിക്കണം. ലാഭനഷ്ടങ്ങളുടെ കണക്കുകൂട്ടിയാണ് ഇന്ന് മിക്കവരും മറ്റുള്ളവരുടെ ബന്ധം വളർത്തുന്നത്. ലാഭനഷ്ടങ്ങൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കും ഉപരി എല്ലാവരെയും നിഷ്കാമമായി സ്നേഹിക്കാൻ ബോധപൂർവം ശ്രമിച്ചു നോക്കൂ. അപ്പോൾ സ്വാഭാവികമായി മറ്റുള്ളവരിൽ നിന്നും നമ്മളിലേക്കും സ്നേഹം പ്രവഹിക്കും.